ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശയ്യായുടെ പ്രവചനം 11-ാം വാക്യം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനി ഞങ്ങളെ പഠിപ്പിച്ച ഗുരുനാഥനാണ്. അദ്ദേഹം ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനിയെക്കുറിച്ച് ഒരു സംഭവം പറഞ്ഞു. ഒത്തിരി പഠിച്ച ഒരു ഷമ്മാശൻ ദൈവത്തിൻ്റെ കരുണ, കരുതൽ, പ്രാർത്ഥനയുടെ ആവശ്യം തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വാചാലനാവുന്നത് കണ്ടു. അങ്ങേരുടെ പ്രാർത്ഥനാ ജീവിതവും മറ്റു കാര്യങ്ങളും അറിയാവുന്ന തിരുമേനി ഷമ്മാശനോട് ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വരുവാൻ പറഞ്ഞു. എന്നിട്ട് ഷമ്മാശനോട് ചോദിച്ചത്രേ, ലഡ്ഡു ഇഷ്ടമാണോ? അതേ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ രുചികരമായ പലതിൻ്റെയും കാര്യം തിരക്കി. അവസാനം അതിൻ്റെ എല്ലാം പേര് പേപ്പറിൽ എഴുതാൻ പറഞ്ഞു. എഴുതി. ആ പേപ്പർ നക്കിയാൽ രുചി കിട്ടുമോ, എങ്ങനെയിരിക്കും എന്ന് തിരുമേനി ചോദിച്ചു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. തിയറിയും തീസിസും എഴുതിയാൽ മാത്രം പോരാ. തേനും തത്വജ്ഞാനവും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തത്വജ്ഞാനിക്ക് തേനിൻ്റെ ഗുണഗണം പറയാം, രുചിച്ചറിഞ്ഞവന് അതിൻ്റെ രുചിയും. ഒരു പഴഞ്ചൊല്ല് നമുക്കുണ്ട്, ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. ഏട് എന്ന പാലക്കാട് ഭാഷയുടെ അർത്ഥം പേപ്പർ എന്നാണ്. ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയണമെങ്കിൽ മനുഷ്യപുത്രന്മാരിടയിൽ വഷളത്വം ഉണ്ടാവരുത്. സങ്കീർത്തകൻ പറയുന്നു, മനുഷ്യപുത്രന്മാരുടെ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കും. 12:8. പരിജ്ഞാനം വിളമ്പേണ്ടത് ആരെന്ന് പത്രോസ്ലിഹ തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണെന്ന്. പരിജ്ഞാനം ഘോഷിക്കേണ്ടവർ അത് ചെയ്യാതിരിക്കുകയും അതിനായി ഒരുങ്ങാതെ കല്യാണ വസ്ത്രം നഷ്ടപ്പെടുത്തിയിരിക്കുകയും ചെയ്താൽ വിളമ്പ് നടക്കുമോ? ഘോഷിക്കൽ നടക്കുമോ? ചിന്തിക്കണം. ഇത് ഇല്ലാതിരിക്കുമ്പോൾ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിന് മാനഹാനിയല്ലേ ഫലം? ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതം പുതിയ നിയമത്തിൽ പരിശുദ്ധ സഭയാണ്. സഭയുടെ കൊമ്പ് ഉയരുവാനും വിശുദ്ധ തത്വത്തിൻ്റെ നാം മുഖത്തിരിക്കപ്പെടുവാനും പ്രാർത്ഥിച്ചാൽ പോരാ, നാം ചെയ്യേണ്ടതുപോലെ ചെയ്യണം. സഭയ്ക്കകത്ത് സഭയുടെ ശത്രുക്കളായി നാം ഇരുന്നുകൂടാ. നാം പ്രാർത്ഥിക്കുന്നത് സഭയെ ഉപദ്രവിക്കുന്നവരെ ഭയപ്പെടുത്തി ചിതറിക്കണമേ എന്നാണ്. ബാഹ്യശത്രുക്കളെ മാത്രമല്ല, ആന്തരിക ശത്രുക്കളും അതിൽപ്പെടും. ദൈവിക കൽപ്പന പാലിക്കാത്തവർ സഭയുടെ ശത്രുവാണ്. നാം അങ്ങനെ ആവാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ നിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുന്നവരും നിൻ്റെ വിശുദ്ധ പർവ്വതമായ പരിശുദ്ധ സഭയ്ക്ക് കേട് വരുത്താത്തവരും ആയിരിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൂടെ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.